ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരി 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചോറും 1/4 കപ്പ് നാളികേരും ഒരു 3 ഏലക്കായും ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തരികളില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തതും ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു പാനിൽ കുറച്ച് നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ നാളികേരക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് മാറ്റി വെക്കാം. ഇനി ഒരു 150 ഗ്രാം ശർക്കരയിൽ 6 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുകി വരുമ്പോൾ ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചൊഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിന്റെ പൊടിയും 2 നുള്ളു ഉപ്പും വറുത്ത് വെച്ച പകുതി നാളികേരക്കൊത്തും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 40-50 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക. ആ സമയത്ത് അതിന്റെ മേലെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പകുതി നാളികേരക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് വിസിൽ ഊരി മാറ്റി വെച്ചിട്ടുള്ള കുക്കറിന്റെ അടപ്പ് വെച്ചിട്ട് അത് അടച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള പഴയൊരു പാനിന്റെ മേലെ ഈ കുക്കർ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വേവിച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നേന്ത്രപ്പഴം കലത്തപ്പം റെഡിയായി. വിശദമായ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, ആവശ്യമുള്ളവർ കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.